അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കോതമംഗലം മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. DA കുടിശ്ശിക, ലീവ് സറണ്ടർ നിഷേധം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങി ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടനം സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ അജിമോൻ പൗലോസ് നിർവഹിച്ചു. DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങി 65,000 കോടി രൂപയുടെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ തിരികെ നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ് സർക്കാർ സഹായത്തോടെയും കുറ്റമറ്റ രീതിയിലും നടപ്പിലാക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് കോതമംഗലം താലൂക്കിൽ അധ്യാപകരും ജീവനക്കാരും മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ അജിമോൻ പൗലോസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ താലൂക്ക് ചെയർമാൻ AY എൽദോ അധ്യക്ഷനായി. കൺവീനർ രാജേഷ് പ്രഭാകർ, അസോസിയേഷൻ നേതാക്കളായ അബിൻസ് കരീം, മുരളി കണിശാംപറമ്പിൽ, ശൈലജ ശിവൻ, ആന്തുലെ അലിയാർ സാഹിബ്, ബെബിൻ കാക്കനാട്ട്, അജി P തോമസ്, ഷിജു പോൾ, പോൾസൺ തോമസ്, ബിജേഷ് M, സുമ KR, ബിജു MK, ജോയ് പോൾ A എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.